അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള സ്ഥാപനമായ ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ സമ്മേളനം വളരെ വിപുലമായ രീതിയിലും വളരെ ഭംഗിയായ രീതിയിലും അത് അവസാനിച്ചെങ്കിലും ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സനദ്ദാന പ്രസംഗം അത്ര കൊഴുപ്പ് കൂടണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഉള്ളിൽ നിന്ന് വരാത്ത തക്ബീർ കൊണ്ട് എന്ത് കാര്യം, പരസ്യമായി പറയുന്ന എഴുത്തിസാമ് കൊണ്ട് എന്ത് കാര്യം, പരസ്യമായി പറയുന്ന കെട്ടുകുറപ്പ് കൊണ്ട് എന്ത് കാര്യം, പരസ്യമായി വിളംബരം ചെയ്യുന്ന നമ്മൾ ഐക്യപ്പെട്ട് നല്ല രീതിയിൽ പോണം എന്ന് പറയുന്നതിൽ എന്ത് കാര്യം. അതിൻ്റെ പരസ്യമായ കാര്യം തക്ബീർ മാത്രമായിട്ടാണ് കാണുന്നത്. ഈ തക്ബീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാന്തപുരം പിരിഞ്ഞന്ന് വെറും തക്ബീറിൻ്റെ ഒരു കളികളായിരുന്നു. അങ്ങ് തക്ബീർ ചൊല്ലിയിട്ട് അവസാനം ഒരു ദിവസം ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് പറഞ്ഞു, അള്ളാഹു അബൂബക്കർ എന്ന് പറയാതിരുന്നാൽ നന്നായിരുന്നു എന്ന്. അതേപോലെയാണ് ഇനി ഈ തക്ബീറിൻ്റെ പോക്ക്. പല സ്ഥലങ്ങളിൽ നിന്നും തക്ബീറിൻ്റെ ധ്വനികൾ ഒരു വിദ്വേഷ ധ്വനികളെ പോലെ കേൾക്കുന്ന ആളുകളിൽ നിന്ന് കുറച്ചാൾക്കെങ്കിലും തോന്നിപ്പോവും. എന്തുകൊണ്ടെന്നാൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ പക്വതയോടുകൂടെ കൈകാര്യം ചെയ്യണം. അതിന് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് സാധിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കുറേ ദേഷ്യത്തോടു കൂടെയോ കുറേയോ പ്രഷർ ഇളകിയിട്ടോ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് വ്യക്തമായി പ്രകടമാകും ആ സംസാരത്തിൽ നിന്ന്. അപ്പോൾ തക്ബീറിനേക്കാൾ അധികം മാന്യതയുള്ള ചില ആളുകൾ പറഞ്ഞു തുടങ്ങി, ഇനി പ്രസംഗിച്ചാൽ കൂക്കേണ്ടി വരും എന്ന്. കൂക്കേണ്ടി വരും. കാരണം ആ രീതിയിലുള്ള സംസാരം അല്ല സനദ്ദാന പ്രസംഗം എന്ന് പറഞ്ഞാൽ. പിരിഞ്ഞു പോകുന്ന 500 ചില്ലാൻ കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു തഹ്സീലിൻ്റെ പ്രസംഗമാണ് വേണ്ടത്. ഐക്യവും അനൈക്യവും ഒക്കെ ഉള്ളിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ജനങ്ങൾ ഐക്യപ്പെടൂല. ജനങ്ങൾ അല്ലെങ്കിൽ തന്നെ അനൈക്യത്തിലാണ് നിൽക്കുന്നത്. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമിയ. മുസ്ലിങ്ങൾ എത്ര ജാതി ഇനങ്ങളായിരിക്കുന്നു. അതിൽ ഒരു ഇനം മറ്റേ ഇനത്തിന് സ്വർഗത്തിലും കടത്തൂല, ഓൽക്ക് സലാം പറയാനും പറ്റൂല. അത് ഇവിടുത്തെ മുജാഹിദീങ്ങളെ സംബന്ധിച്ചല്ല പറയണേ, ലോകത്ത് ഒരുപാട് ഇനങ്ങളുണ്ട്. അതൊക്കെ ഇങ്ങനെ ഒരാളുടെ നാവ് നിന്ന് വന്ന് പിരിഞ്ഞു പോകുന്നതാണ്. ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖൂലൂ ലിന്നാസി ഹുസ്നൻ, അതന്നെ ദീന്. നല്ലത് പറഞ്ഞു കൊടുക്കുക, പക്വതയോടുകൂടെ സംസാരിക്കുക. ആ പക്വതയില്ലാതിരിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസം കൂടുകയല്ലാതെ കുറയും എന്നെനിക്ക് തോന്നുന്നില്ല. ഞാനിത് പറയുമ്പോൾ ഞാൻ പ്രസംഗിച്ച ജിഫ്രി തങ്ങളെക്കാൾ 2 വയസ്സ് കൂടിയ ആളും അയാൾ പഠിച്ചിരുന്ന കോളേജിലൊക്കെ പഠിച്ച് 1-ലല്ല 2-ലല്ല 3-ലല്ല പഠിച്ച് ഒരു എളിയ വലിയ പണ്ഡിതനൊന്നുമല്ല, സാധുവാണ്, സാധുവായൊരു വ്യക്തിയാണ്. നിങ്ങൾ എഴുത്തിസാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഹബിലുള്ളയിലുള്ള എഴുത്തിസാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് പോകണം. പിന്നെ ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ സമ്മേളനങ്ങൾ അത് ഉണ്ടായ അന്ന് തൊട്ട് ഇന്ന് വരെ ലീഗുകാരുണ്ട്. അത് ലീഗുകാർക്ക് അതിൽ വലിയ കൈയുണ്ട്. അതിൻ്റെ വളർച്ചയിലും തളർച്ചയിലും ഒക്കെ ലീഗുകാർ ഉയർത്തിയിട്ടുണ്ട് ആ കോളേജിനെ. അന്നും ഇന്നും എന്നും മുസ്ലിം ലീഗുകാരുടെ സാമ്പത്തിക ശാരീരിക വിയർപ്പിൻ്റെ മണം ജാമിയക്കുണ്ട്. നേരെ മറിച്ച് പണ്ഡിതന്മാരിൽ നിന്ന് നല്ല പണ്ഡിതന്മാർക്ക് അവരുടെ വായ മാത്രം ഉപയോഗിച്ച ഒരു വിയർപ്പിൻ്റെ ഗന്ധവും അതിലുണ്ട്. വായ കൊണ്ടാണ് അവർ പറഞ്ഞിരുന്നത്. നേരെ മറിച്ച് ലീഗുകാരങ്ങനെയല്ല. ലീഗുകാർ സാമ്പത്തികമായും ശാരീരികമായും ഈ മാനസികമായും എല്ലാം ജാമിയയുടെ വളർച്ചയിൽ അഹ്ലുസുന്ന വളരണം എന്ന ചിന്തയിൽ തന്നെ അവർ പ്രവർത്തിച്ചിരുന്നത്. ലീഗിൽ മുജാഹിദുണ്ട്, അതിന് യാതൊരു രക്ഷയില്ല. അത് ആദ്യം തുടക്കം മുതലുണ്ട്. ലീഗ് ഒരു പൊളിറ്റിക്കൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട്
നന്നാവണമെങ്കിൽ തക്ബീർ ധ്വനി മാത്രം പോരാ, പ്രവർത്തനത്തിൽ അത് കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആ എഴുത്തിസാമിനൊന്നും വലിയൊരു വിലയുണ്ടാവുകയില്ല. ആ സനദ്ദാന പ്രസംഗം അത് ഉള്ളതിനേക്കാൾ മോശമാക്കുകയാണ് ചെയ്യുക. ഒരിക്കലും വികാരമല്ല, വിവേകമാണ് വേണ്ടത്. വികാരം കൊണ്ട് വീണ്ടും വീണ്ടും പിളർപ്പിലേക്ക് പോകും. മറ്റൊന്ന്, വിളിക്കാത്ത ആളുകളെ വീണ്ടും വിളിക്കാൻ തയ്യാറാവില്ല ജാമിയ നൂരിയയുടെ കമ്മിറ്റി. ഒന്ന് അമ്പലക്കടവാണ്, ഒന്ന് സത്താർ പന്തല്ലൂരാണ്, ഒന്ന് AV-ആണ്, ഒന്ന് NRI മുഷാവറക്കാരനാണ്. ഇവരെയൊന്നും ജാമിയ നൂരിയ ഇനി വിളിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല, വിളിക്കുകയില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആരും ചാടണ്ട, ആരും ഓടണ്ട, ആരും പറക്കണ്ട. അങ്ങനെയൊക്കെ ആയാൽ സമുദായത്തിൻ്റെ ഇടയിൽ ഭിന്നിപ്പ് വന്നാൽ ജാമ്യയും ഉണ്ടാവുകയില്ല, വാഫിയും ഉണ്ടാവുകയില്ല, ഹുദവിയും ഉണ്ടാവുകയില്ല, 11,000-ൽ 10,000 മദ്രസയും ഉണ്ടാവുകയില്ല. ആർക്കെങ്കിലും പിരിഞ്ഞു പോയിട്ട് മറ്റൊരു സമസ്ത ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാം. അമ്പലക്കടവിനെ പോലത്തെ പൊട്ടന്മാർ പലതും പറയും. മുമ്പ് മുസ്ലിം ലീഗ് AP അബൂബക്കർ മുസ്ലിയാർക്ക് അയാളെ നോളേജ് സിറ്റിയിലേക്ക് റോഡ് കൊടുത്തപ്പോൾ അമ്പലക്കടവ് കുറേ കടന്ന് കളിച്ചു പോയി. ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ചിന്തല്ല. അവരുടെ റവന്യൂ വരുമാനവും ഗവൺമെൻറ്റിന് കൊടുക്കണതാണ്. അപ്പോൾ അവരോട് ആ രീതിയിലൊരു വിദ്വേഷം ലീഗിന് ഒരിക്കലും ഇല്ല. അത് അമ്പലക്കടവൊന്നും ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ മുമ്പിൽ ഒരു ചുക്കുമല്ല, ഒരു ചുക്കും അല്ല. അതുപോലെ തന്നെ ഇന്നലെ ഞാനൊരു ഡിബേറ്റിൽ കേട്ടു, അത് ഞങ്ങൾക്കുള്ളതാണ്. ഏത്? അയാൾ ഈ ലോകം മുഴുവൻ നടന്ന് ഉണ്ടാക്കിയ നോളേജ് സിറ്റി ഞങ്ങൾക്കുള്ളതാണ്. ചെങ്ങായെ, അയാൾക്ക് ഒരു പൊതുവിവരമില്ല ഒരാൾ ആരെങ്കിലും അത് ശേഷക്കാലം ഞങ്ങൾക്കുള്ളതാണ് എന്ന് പറയൂ? ഒരു ചെറിയ പൊതുവിവരമുള്ള ആൾ നോളേജ് സിറ്റി, അത് അമ്പലക്കടവിനെ പോലത്തെ പൊട്ടന്മാരല്ലാതെ ആരെങ്കിലും അതൊക്കെ വിളമ്പൂ? അതുകൊണ്ട് എനിക്ക് സമസ്തക്കാരോട് പറയാനുള്ളത്, അഹ്ലുസുന്ന ഇവിടെ നിലനിൽക്കണം. ഞങ്ങൾ മുസ്ലിം ലീഗുകാരും സുന്നികളുമാണ്, സുന്നികളായ ലീഗുകാരാണ്. സുന്നികളായ ലീഗുകാർ തന്നെയാണ് EK സുന്നിയിൽ 80%. അവർ തന്നെയാണ് നല്ലോണം പണവും കൊടുക്കുന്നത് സമസ്തക്ക്. കൈത്താങ്ങൊക്കെ ഈ പ്രാവശ്യം ലേശം കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ പോക്ക് പോകുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഇതിലും കുറയും, അതിൻ്റെ പിറ്റേ കൊല്ലം ഇതിലും കുറയും. അവസാനം മുനീറിൻ്റെ ചാനൽ പോലെ ആയിരിക്കും നിങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ആരും സ്വന്തം സഹോദരനെ ദ്രോഹിക്കാതെ ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോയാൽ സമസ്തക്കാരെ നിങ്ങൾക്ക് നന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.